അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇൽമുൽ ബയാൻ ഓരോ ദിവസങ്ങളിലായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്ലാസ് എടുക്കുന്നത് അൽ ഹഖീഖത്തു വൽ മജാസ് എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൽമുൽ ബയാനിലെ അത്തശ്ബീഹ് എന്ന പാഠഭാഗം, അതിലെ ഓരോ പാഠങ്ങളും നമ്മളെടുത്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അൽ ഹഖീഖത്തു വൽ മജാസ് നമുക്ക് കായിദ വായിച്ചു നോക്കാം. കായിദയിലെ അൽ മജാസ് അൽ ലുഗവി ഹുവൽ ലഫ്ദുൽ മുസ്തഅമലു ഫി ഗൈരി മാ വുദിഅ ലഹു ലിഅലാഖത്തിൻ മഅ ഖരീനത്തിൻ മാനിഅത്തിൻ മിൻ ഇറാദത്തിൽ മഅനൽ ഹഖീഖി. അൽ മജാസുൽ ലുഗവി, മജാസ് എന്ന് പറഞ്ഞാൽ ഹുവൽ ലഫ്ദുൽ മുസ്തഅമലു ഫീ ഗൈരി മാ വുദിഅ ലഹു, യഥാർത്ഥ അർത്ഥത്തിലല്ലാതെ പ്രയോഗിക്കുന്ന പദമാണ്. ലി അലാഖത്തിൻ, ചില പ്രത്യേക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പ്രയോഗിക്കുക. മാ ഖരീനത്തിൻ മാനിഅത്തിൻ മിൻ ഇറാദത്തിൽ മഅനൽ ഹഖീഖി, യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തടയുന്ന ഒരു ഖരീനത്തും അതിൻ്റെ കൂടെ ഉണ്ടാകും. റഅയ്തു ശംസൻ യദ്ഖുലു ഫി സ്വഫ്, ക്ലാസ്സിലേക്ക് ഒരു സൂര്യൻ വരുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ റഅയ്തു ബദ്റൻ യദ്ഖുലു ഫി സ്വഫ്, ഇവിടെ ബദ്രി എന്ന പദം യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചത് എന്നുള്ളത് ആ ജുംലയിൽ നിന്ന് മനസ്സിലാകും. കാരണം ഒരിക്കലും ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ക്ലാസ്സിലേക്ക് നടന്നു വരില്ലല്ലോ. അവിടെ ഉദ്ദേശിച്ചത് നല്ല പ്രസന്നവദനായ പ്രശോഭിക്കുന്ന മുഖമുള്ള ഒരാൾ ക്ലാസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്, സുന്ദരനായ ഒരാൾ. അതാണ് അവിടെ ബദർ എന്ന പദമാണ് മജാസായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഹുവൽ ലഫ്ദുൽ മുസ്തഅമലു ഫി ഗൈരി മാ വുദിഅ ലഹു, യഥാർത്ഥ സ്ഥലത്തല്ലാതെ പ്രയോഗിച്ചതാണ്. ബദ്രി എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രയോഗിക്കേണ്ടത് ആകാശത്തുള്ള ചന്ദ്രനെയാണ്. ഇവിടെ യഥാർത്ഥ സ്ഥാനത്തല്ല പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം ലി അലാഖത്തിൻ, ചില ബന്ധങ്ങളുണ്ട്. കാരണം ചന്ദ്രനും സൗന്ദര്യമുള്ളതാണ്, തിളങ്ങുന്നതാണ്. ഈ മനുഷ്യനും തിളങ്ങുന്നതാണ്, പ്രകാശിക്കുന്നതാണ്. മീൻസ് വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ളവനാണ്. കരീനത്തും കൂടിയുണ്ട് അവിടെ. യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന ഒരു കരീനത്തും കൂടിയുണ്ട്. കാരണം യദ്ഖുലു ഫി സ്വഫ് എന്നുള്ളത് കരീനത്താണ്. അത് യഥാർത്ഥ അർത്ഥത്തെ തടയുന്നു. കാരണം ഒരിക്കലും ചന്ദ്രൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കില്ല. ഇനി ഒരാൾ പറയുന്നത് റഅയ്തു ഖമറൻ മുനീറൻ, അല്ലെങ്കിൽ റഅയ്തു ഖമറൻ ജമീലൻ എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ മജാസ് എന്ന് പറയാൻ കഴിയില്ല. കാരണം യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന ഒരു കരീനത്ത് അവിടെ പറയുന്നില്ല. ഞാൻ സുന്ദരമായ ചന്ദ്രനെ കണ്ടു എന്ന് പറയുമ്പോൾ അത് ആകാശത്തുള്ള ചന്ദ്രൻ തന്നെയാകാം. യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന ഒരു കരീനത്ത് കൂടെ ഉണ്ടാവണം. വൽ അലാഖത്തു ബൈന അൽ മഅനൽ ഹഖീഖി വൽ മഅനൽ മജാസ് ഖദ് യകൂനു മുശാബഹതൻ, യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തടയുന്ന, അതായത് മജാസായി വന്ന പ്രയോഗവും അതിൻ്റെ ഹഖീഖത്തായി വരുന്ന പദവും, ഇത് രണ്ടും തമ്മിലുള്ള അലാഖത്ത് ചിലപ്പോൾ മുശാബഹത്തായിരിക്കും. ഉദാഹരണം, റഅയ്തു ബദ്റൻ യദ്ഖുലു ഫി സ്വഫ്, റഅയ്തു റജുലൻ യദ്ഖുലു ഫി സ്വഫ് എന്നാണ് പറയേണ്ടത്. അർറജുലു കൽ ബദ്രി ഫിൽ ഇശ്റാഖ് അല്ലെങ്കിൽ ഫിൽ ജമാൽ. അവിടെ റജുലും ബദ്റും തമ്മിൽ അലാഖത്ത് മുശാബഹത്താണ്. വഖദ് തകൂനു ഗൈറഹ, ചിലപ്പോൾ മുശാബഹത്ത് അല്ലാതെ വരും. ഉദാഹരണത്തിന് റഅയ്തു ഐനൻ ഫി സൂഖ്, ഞാൻ അങ്ങാടിയിൽ ഒരു കണ്ണ് കണ്ടു. ഇവിടെ കണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാസൂസ് എന്നതാണ്. ഇവിടെ അൽ അലാഖ ബൈനൽ ഐൻ വൽ ജാസൂസ് ലൈസത്ത് മുശാബഹത്തൻ, ജാസൂസും ഐനും തമ്മിലുള്ള ബന്ധം മുശാബഹത്തല്ല, മറിച്ച് ജാസൂസിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു അവയവമാണ് കണ്ണ്. അതുകൊണ്ട് അത് ജുസ്ഇയ്യയാണ്, ജുസ്ഇയ്യ. വൽ ഖരീന ഖദ് യകൂനു ലഫ്ലിയതൻ, ഖരീനത്ത് എപ്പോഴും ലഫ്ലായിട്ട് തന്നെ വരണമെന്നില്ല. വഖദ് തകൂനു ഹാലിയതൻ, വഖദ് തകൂനു ഹാലിയതൻ എന്നാണ്. വഖദ് തകൂനു ഹാലിയതൻ, അത് ചിലപ്പം സിറ്റുവേഷനിൽ നിന്നും മനസ്സിലാക്കാം. വഖദ് തകൂനു ഹാലിയതൻ, അത് സിറ്റുവേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ
അത് ലഫ്ലിൽ നിന്ന് തന്നെ മനസ്സിലാകും, ചിലപ്പോൾ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് ഉദാഹരണത്തിലേക്ക് കടക്കാം. ബലാഗയിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം കുറച്ച് ടഫുള്ള ഉദാഹരണമാണ്, നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തത് കാമത്ത് ഇബ്നുൽ അമീദ് പറയാണ്, കാമത്ത് തുലല്ലിലുനി മിനശ്ശംസി നഫ്സുൻ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. കാമത്ത് തുലല്ലിലുനി വമിൻ അജബിൻ ശംസുൻ തുലല്ലിലുനി മിനശ്ശംസി. ഈ ഒരു കവിതയിലെ അവസാനത്തെ ഒരു വരിയാണ് നമുക്ക് മജാസായിട്ട് വന്നിരിക്കുന്നത്. ശംസുൻ തുലല്ലിലുനി മിനശ്ശംസി, സൂര്യനിൽ നിന്നും തണൽ നൽകുന്ന ഒരു സൂര്യൻ. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം സൂര്യനിൽ നിന്ന് മറ്റൊരു സൂര്യൻ തണൽ നൽകില്ല. രണ്ടാമതായിട്ട് സൂര്യൻ ഒരിക്കലും തണൽ നൽകില്ല. ഇവിടെ ആദ്യത്തെ ശംസ് യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. ശംസുൻ തുലല്ലിലുനി എന്നുള്ളിടത്തിലെ ശംസ് യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. മറിച്ച് സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന, തിളങ്ങുന്ന, സൂര്യനെപ്പോലെ ഭംഗിയുള്ള ഒരാൾ എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അയാൾ എന്നെ യഥാർത്ഥ സൂര്യൻ്റെ ചൂടിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്നു എന്നർത്ഥം. ഷംസുൻ തുലല്ലിലുനി മിന ഷംസ്. ഇവിടെ ഷംസ് എന്നുള്ളത് ആദ്യത്തെ ഷംസ് മജാസാണ്. കാരണം ഒരിക്കലും ഷംസ് തണൽ നൽകില്ലല്ലോ, ഷംസ് വെയിലല്ലേ നൽകുക. യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന കരീനത്ത് എന്ന് പറയുന്നത് തുലല്ലിലുനി എന്ന പദമാണ്. ഇനി ഷംസും ഈ റജുലും തമ്മിലുള്ള അലാഖത്ത് മുഷാബഹത്താണ്. അർറജുലു കശംസി ഫിൽ ഇഷ്റാഖ്. അതുകൊണ്ട് ഇത് മജാസാണ്, അലാഖത്ത് മുഷാബഹത്വമാണ്. അടുത്ത ഉദാഹരണം നോക്കാം. മുത്തനബി പറയാണ്, ലി കുല്ല യൗമിൻ മിൻ കഹലുൻ തഹയ്യറ മിൻഹു ഫി അംരിൻ ഉജാബിൻ ഹിമാലത്തു ദൽ ഹുസാമി അലാ ഹുസാമിൻ വ മൗഖിഉ സഹാബി അല സഹാബി. ഇവിടെ ഹുസാമി എന്ന് പറഞ്ഞാൽ വാള് എന്നാണ് അർത്ഥം. ഹിമാലത്തു ദൽ ഹുസാമി, ഹിമാലത്ത് എന്ന് പറഞ്ഞാൽ വാള് സൂക്ഷിക്കുന്ന ആ ആവനാഴി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, വാളിൻ്റെ ഉറ, വാളിൻ്റെ ഉറ. ഹിമാലത്തു ദൽ ഹുസാമി, വാളുള്ള ഉറ, അലൽ ഹുസാമി, ഉറയുള്ള വാള് ഉള്ളത് അലൽ ഹുസാമി, വാളിന്മേലാണ്, വാളിന്മേലാണ് ഉറയുള്ള വാളുള്ളത്. ഇവിടെ രണ്ടാമതായിട്ട് പ്രയോഗിച്ചിരിക്കുന്ന ഹുസാമി എന്ന പദം യഥാർത്ഥ അർത്ഥത്തിലുള്ളതല്ല. കാരണം വാളുള്ള ഉറ, പിന്നെ ഹിമാലത്ത് എന്ന് പറഞ്ഞ ഉറ, ദൽ ഹുസാം വാളുള്ള ഉറ, വാളിൻ്റെ ഉറ എന്ന് പറയുമ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല, വാള് ഉറയിലാണ് ഉണ്ടാകുക. എന്നാൽ അലൽ ഹുസാമി എന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിലല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് സൈഫുദ്ദൗലയെയാണ്. കാരണം ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ആളാണ് സൈഫുദ്ദൗല. അതുകൊണ്ടാണ് അവിടെ ഹുസാം എന്ന് സൈഫുദ്ദൗലയെ വർണ്ണിച്ചിരിക്കുന്നത്. യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തടയുന്ന കരീനത്ത് എന്ന് പറയുന്നത് ഇവിടെ ലഫ്ലി അല്ല, ഹാലിയാണ്. കാരണം സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, ഉറയുള്ള വാള് അത് ഏറ്റി നടക്കുന്നത് മറ്റൊരു വാളാണ് എന്ന് പറയുമ്പോൾ സാഹചര്യം മനസ്സിലാവുന്നു, അത് ഏതായാലും ഒറിജിനൽ വാള് മറ്റൊരു വാളുമായിട്ട് ഏറ്റി നടക്കില്ലല്ലോ. രണ്ടാമത്തെ വരിയിൽ വ മൗഖിഉ സഹാബി അല സഹാബി, വ മൗഖിഉ സഹാബി, മേഘമുള്ളവന്റെ സ്ഥാനം അല സഹാബി, മേഘത്തിനു മുകളിലാണ്. ഇവിടെ ഒന്നാമത് പ്രയോഗിച്ചിരിക്കുന്ന സഹാബ് അത് മജാസായ പ്രയോഗമാണ്. കാരണം സഹാബി എന്ന് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സൈഫുദ്ദൗലയാണ്. സൈഫുദ്ദൗല ക സഹാബ് ഫിൽ ജൂദ്, ഔദാര്യത്തിൽ സൈഫുദ്ദൗല സഹാബിനെ പോലെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവിടെയും കരീനത്ത് ഹാലിയാണ്, സിറ്റുവേഷനിൽ നിന്നാണ് കരീനത്ത് മനസ്സിലാവുന്നത്. അവസാനത്തെ ഉദാഹരണം നോക്കാം. ഇദൽ ഐനു റാഹത്ത് വഹിയ ഐനുൻ അലൽ ജവ ഫലൈസ ബിസിറിൻ മാ തുസിറുൽ അലാലിഉ. ഇദൽ ഐനു റാഹത്ത്, കണ്ണ് ശാന്തമായാൽ,
വഹിയ ഐനുൻ അലൽ ജവ, ആ കണ്ണ് ദുഃഖിതന്റെ മേൽ വീഴേണ്ട കണ്ണാണ്. ഫലൈസാബി സിരിൻ മാ തുസിറുൽ അലാലിഉ, ഹൃദയങ്ങൾ ഒളിച്ചു വെക്കുന്നത് യഥാർത്ഥത്തിൽ രഹസ്യമല്ല എന്ന് പറഞ്ഞാൽ ബഹുത്തരി പറയാണ്, ഇതൽ ഐനു റാഹത്ത്, ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അയാളുടെ കണ്ണ് പ്രയാസത്താൽ കരഞ്ഞു കലങ്ങിയിട്ടുണ്ടാവാം. ആ കണ്ണ് റാഹത്ത്, അത് ആശ്വാസമായാൽ വഹിയ ഐനുൻ അലൽ ജവ, ദുഃഖിതന്റെ മേൽ ശ്രദ്ധയൂന്നുന്ന കണ്ണാണത്. അപ്പം അൽ ഐനു ഹുന ജാസൂസുൻ, രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഐന് യഥാർത്ഥ അർത്ഥത്തിലുള്ള ഐനല്ല, അത് ജാസൂസ് എന്ന അർത്ഥത്തിലുള്ള ഐനാണ്. ആദ്യം പറഞ്ഞ ഐന് സാധാരണ ഐന് തന്നെയാണ്. ഇത് എങ്ങനെ യഥാർത്ഥ അർത്ഥത്തിലുള്ളതല്ല എന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഐനുൻ അലൽ ജവ, ദുഃഖിതന്റെ മേൽ ശ്രദ്ധയുള്ള കണ്ണ് എന്ന് പറയുമ്പം ദുഃഖിതന്റെ മേൽ ഒരു കണ്ണ് മാത്രമല്ലല്ലോ ശ്രദ്ധിക്കുക, ഒരാളാണല്ലോ ശ്രദ്ധിക്കുക. ശ്രദ്ധയുള്ള ആൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഐന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആളെയാണ്, ഒരു ജാസൂസിനെയാണ്. അപ്പൊ ഇവിടെ അലാക്കത്ത് എന്ന് പറയുന്നത് ജാസൂസും ഐനും തമ്മിലുള്ള അലാക്കത്ത് മുഷാബഹത്തല്ല, മറിച്ച് ഗൈറു മുഷാബഹത്താണ്. ഇവിടെ ജാസൂസിന്റെ ഒരു ജുസ് ആണ് ഐന്, അതുകൊണ്ടത് ജുസ്ഇയ എന്ന് പറയുന്നു. അതൊരു ഗൈറു മുഷാബഹത്താണ്. ഖായിദ ഒന്നുകൂടെ വായിക്കാം. അൽ മജാസുൽ ലുഗവി ഹുവൽ ലഫ്ദുൽ മുസ്തഅമലു ഫീ ഗൈരി മാ വുലിഅ ലഹു ലിഅലാഖത്തിൻ മഅ ഖരീനത്തിൻ മാനിഅത്തിൻ മിൻ ഇറാദത്തിൽ മഅനൽ ഹഖീഖി. മജാസുൽ ലുഗവി എന്ന് പറഞ്ഞാൽ ഹുവൽ ലഫ്ദുൽ മുസ്തഅമലു, അത് ഉപയോഗിച്ച ഒരു പദമാണ്. ഫീ ഗൈരി മാ വുലിഅ ലഹു, ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബദർ എന്ന് പ്രയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് ബദർ പ്രയോഗിച്ചിരിക്കുന്നത്. ഐനി എന്ന് പ്രയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് ഐന് പ്രയോഗിച്ചിരിക്കുന്നത്. ലി അലാഖത്തിൻ, ഒരു ബന്ധമുള്ളത് കൊണ്ടാണ്. അത് മുഷാബഹത്താകാം, ഗൈർ മുഷാബഹത്താകാം. മഅ ഖരീനത്തിൻ, അവിടെ ഒരു ഖരീനത്തൂടെ വേണം, യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തടയുന്ന ഒരു ഖരീനത്തൂടെ വേണം. മാനിഅത്തിൻ മിൻ ഇറാദത്തിൽ മഅനൽ ഹഖീഖി, യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തടയുന്ന ഒരു ഖരീനത്തൂടെ വേണം. റഅയ്തു ഐനൻ എന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ കണ്ണ് കണ്ടു, അത് യഥാർത്ഥ അർത്ഥത്തിലാണോ അല്ലയോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം കണ്ണ് യഥാർത്ഥ അർത്ഥത്തിലുള്ള കണ്ണ് കണ്ടു എന്ന് ആശയം വരാലോ. എന്നാൽ ഒരാൾ പറയുന്നു റഅയ്തു ഐനൻ യംശി ഫിത്വരീഖ്, വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു കണ്ണ് ഞാൻ കണ്ടു. ഇവിടെ യഥാർത്ഥ അർത്ഥത്തിലല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഐന് ലാ യംശി, ഒരിക്കലും നടക്കൂല. അവിടെ ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ജാസൂസിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം യംശി ഫിത്വരീഖ് എന്നുള്ളതാണ് അവിടെ ഖരീനത്ത്. അൽ ഖരീനത്തു ഖദ് യകൂനു ലഫ്ലിയതൻ, ഖരീനത്ത് ലഫ്ലിയാകാം. വഖദ് തകൂന ഹാലിയതൻ, ചിലപ്പോൾ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നതാകാം. മുത്തനബിയുടെ മനോഹരമായ ഒരു കവിത കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഫൈൻ അംറൽ ഫമാ മറൽ അസ്തിബാരി വൈൻ ഉഹ്മം ഫമാ ഹുമ്മ ഇഅ്തിസാമി. എനിക്ക് രോഗം ബാധിച്ചാലും എൻ്റെ ദൃഢനിശ്ചയത്തിന് രോഗം ബാധിച്ചിട്ടില്ല. അപ്പം ദൃഢനിശ്ചയത്തിന് രോഗം ബാധിക്കൂല, കാരണം അതൊരു അവയവമല്ലല്ലോ രോഗം ബാധിക്കാൻ. ഫമാ ലഉഫസ്തിബാരി എന്നാണ് കവി ഉദ്ദേശിച്ചത്. എൻ്റെ ഹൃദയം, എൻ്റെ മനക്കരുത്ത് തളർന്നു പോയിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ മറലു, പിന്നെ അൽദുഅഫു കൽ മറൽ, ദുർബലത രോഗം പോലെയാണ്. ഫിൽ ദുഅഫി എന്ന് വേണേൽ പറയാം. അതിൻ്റെ വജ്ഹ് ഷിബും ദുഅഫ് തന്നെയാണ്. പിന്നെ ദുർബലതയിൽ ഫൈൻ ഉഹ്മം ഫമാ ഹുമ്മ ഇഅ്തിസാമി, എനിക്ക് പനി ബാധിച്ചെങ്കിലും എൻ്റെ ഇഅ്തിസാം, എൻ്റെ മനക്കരുത്തിന്, ദൃഢനിശ്ചയത്തിന് പനി ബാധിച്ചിട്ടില്ല. ഇവിടെ രണ്ടാമത് വന്ന് പറഞ്ഞിരിക്കുന്ന ഹുമ്മ എന്ന് പറയുന്നത് മജാസാണ്. കാരണം ഇഅ്തിസാമിന് ഒരിക്കലും പനി ബാധിക്കില്ലല്ലോ. ഇവിടെ അലാഖത്ത് മുഷാബഹത്താണ്. ഖരീനത്ത് ഇഅ്തിസാമി എന്ന പദമാണ്, ഇപ്പുറത്തെ ഖരീനത്ത് ഇസ്തിബാരി എന്ന പദമാണ്. കാരണം അതാണ് യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തടയുന്നത്. ഇതേപോലെ നിങ്ങൾ ഓരോ നമൂദജും വായിക്കുക. ഈ പാഠം വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. കുറച്ച് ഒരു പ്രയാസമുള്ള പാഠഭാഗമാണ്. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാക്കിയുള്ള പാഠങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.